ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസ് കൂട്ടുകെട്ടിൽ പ്രിയങ്ക നിലപാട് വ്യക്തമാക്കണമെന്ന് കുമ്മനം രാജശേഖരൻ. കോൺഗ്രസിന്റെ ദേശീയ നയമാണോ ഇതെന്ന് അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു. പിന്നെ എന്തിനാണ് ഇന്ദിരാഗാന്ധിയുടെയും നരസിംഹറാവുവിന്റെയും കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചതെന്നും കുമ്മനം രാജശേഖരൻ ചോദിച്ചു. അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട്. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി 2 നാൾ മാത്രമേ ബാക്കിയുള്ളൂ. BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും മിസോറാം ഗവർണറും ഒക്കെ ആയിരുന്ന കുമ്മനം രാജശേഖരൻ അദ്ദേഹം ചേരുകയാണ്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായിട്ട് എന്താണ് ചർച്ചയാവുന്നത്? BJP എന്താണ് ഉയർത്തിക്കാട്ടുന്നത്? ഈ നിലമ്പൂർ നിയോജക മണ്ഡലം എങ്ങനെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ കവളപ്പാറ വരെ പോയാൽ മതി. കവളപ്പാറയിൽ ആണ് നമ്മുടെ മനസ്സിനെ നോവിപ്പിച്ച മനുഷ്യ മനസ്സാക്ഷിയെ അങ്ങേയറ്റം ഞെട്ടിച്ച ഏറ്റവും വലിയൊരു ദുരന്തമുണ്ടായത്. അത് ദുരന്തമുണ്ടായി ഇത്രയും നാളുകളായി. 2019 ദുരന്തമാണ്. ഏതാണ്ട് 59 പേർ മരിച്ചതാണ്. 48 മൃതദേഹങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അവർ എടുത്ത ബാങ്ക് വായ്പയിന്മേൽ ഇപ്പോൾ ഈട് കൊടുത്തിരുന്ന ഭൂമിയിന്മേൽ ഇപ്പോൾ റിക്കവറി നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. സ്വന്തമായ ഭൂമിയിലേക്ക് പ്രവേശിക്കാനും വയ്യ. ആ ഭൂമി റിക്കവർ ചെയ്യാനായിട്ട് ബാങ്ക് അധികൃതർ ശ്രമിക്കുന്നു. അങ്ങനെ വലിയൊരു ദുരിതത്തിലാണ്. അവർ ഇന്നേ വരെ പുനരധിവസിപ്പിച്ചിട്ടില്ല. 5 ഏക്കറും 3 ഏക്കറും 2 ഏക്കറും ഉണ്ടായിരുന്നവരെ എല്ലാവരെയും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി താൽക്കാലികമായ വീടുകൾ വെച്ച് താമസിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 2018 വെള്ളപ്പൊക്കം ഉണ്ടായി. ആ വെള്ളപ്പൊക്കത്തിൽ എത്രയോ പാലങ്ങൾ തകർന്നുപോയി. ആ പാലങ്ങളൊന്നും ഇതേവരെ പുനരുദ്ധരിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ വെള്ളപ്പൊക്കമുണ്ടായാൽ, അതുപോലെ ഉരുൾപൊട്ടലുണ്ടായാൽ, ഇതുപോലുള്ള ദുരന്തങ്ങൾ സംഭവിച്ചാൽ അതിനിരയായിത്തീരുന്നവരുടെ ജീവിതം ദുസ്സഹമാണ്. ഇന്നും അതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പട്ടികജാതി പട്ടികവർഗ സമൂഹം ഏറ്റവും കൂടുതലുള്ള ഒരു നിയോജക മണ്ഡലമാണിത്. 169 പട്ടികവർഗ കോളനികൾ, കൂരികൾ ഈ നിയോജക മണ്ഡലത്തിലുണ്ട്. മാത്രവുമല്ല, ഏറ്റവും അധികം ഇന്ന് പഠന വിധേയമായിരിക്കുന്ന, കാട്ടിൽ മാത്രം ഗുഹയിൽ കഴിയുന്ന ചോലനായ്ക്കർ അധിവസിക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ്. അവരുടെയൊക്കെ ജീവിതത്തിന് നിലവാരം ഒന്ന് ഉയർത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ ഉദ്ധരിക്കാൻ വേണ്ടി എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്? വാസ്തവത്തിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ ജീവൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുക എന്നുള്ളൂ. നല്ല തൊഴിൽ വേണം, വീട് വേണം, കുടിക്കാൻ വെള്ളം വേണം, കഴിക്കാൻ ആഹാരം വേണം, ചെയ്യാനൊരു തൊഴിൽ വേണം, പഠിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങളുണ്ടാവണം, ശൗചാലയങ്ങളുണ്ടാകണം. കേന്ദ്ര സർക്കാർ ശൗചാലയങ്ങൾ പണിയാൻ വേണ്ടി എത്രയോ കോടിക്കണക്കിന് രൂപ ഈ കേരള ഗവൺമെൻറ്റിന് കൊടുത്തു. ഞാനിപ്പോൾ ഈ ഊരുകളിലെല്ലാം പോയപ്പോഴാണ് അറിയുന്നത് അവിടെയെങ്കിലും ശൗചാലയങ്ങളില്ലാത്ത എത്രയോ സ്ഥലം. വാസ്തവത്തിൽ ഇവിടുത്തെ ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിയുന്നവരാണ്, മനസ്സിലാക്കുന്നവരാണ്. ഈ പ്രദേശത്തിൻ്റെ ഉന്നമനമാണ്, ഉയർച്ചയാണ് അവർക്ക് വേണ്ടത്, വികസനമാണ് വേണ്ടത്. VD സതീശനും പിണറായി വിജയനും വികസനത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. കാരണം അവരാണ് 67 വർഷക്കാലമായി മാറി മാറി ഇവിടെ MLA-മാരെ ജയിപ്പിച്ചു വിട്ടത്, MP-മാരെ ജയിപ്പിച്ചു വിട്ടത്. അവർക്കാർക്കും ഇത് ചർച്ചയാകുന്നതിൽ യാതൊരു വിധ താല്പര്യമില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയ കക്ഷി ആരാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വാശിയേറിയ ചർച്ചകളാണ് നടക്കുന്നത്. ഒരാൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്നു, ആ ആൾ ഇവരെ കുറ്റപ്പെടുത്തുന്നു. ആരാണ് വർഗീയ കക്ഷി? 2 കൂട്ടരും വർഗീയ കക്ഷിയെ താലോലിക്കുന്നവരാണ്. വർഗീയതയ്ക്ക് ഇവിടെ വളം വെച്ചു കൊടുത്ത്, തേനും പാലും പഴവും കൊടുത്ത് തൊട്ടിയിലിട്ട് താരാട്ടുപാട്ടി വളർത്തിയവരാണ് കോൺഗ്രസും CPM-ഉം. അവർക്ക് വർഗീയതയ്ക്കെതിരെ പറയാൻ ഒരു അവകാശവുമില്ല. അതുകൊണ്ട് ഈ മത്സരം എന്ന് പറയുന്നത് വർഗീയ രാഷ്ട്രീയവും അതുപോലെ തന്നെ ആദർശ രാഷ്ട്രീയവും തമ്മിലാണ്. ആദർശ രാഷ്ട്രീയമാണ് NDA ഉയർത്തിപ്പിടിക്കുന്നത്. വികസനം വികസനം വികസനം. ഒരു വികസിത നിലമ്പൂരാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും കൊണ്ടുവരണം. ഇവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പശ്ചാത്തല സൗകര്യം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം. അതാണ് ആവശ്യം. പാലങ്ങൾ പണിയണം, റോഡുകൾ പണിയണം, ഗതാഗത സൗകര്യങ്ങൾ ഉണ്ടാവണം. അത് ഇവിടെ റെയിൽ സൗകര്യങ്ങൾ വരെ ഈ പ്രദേശത്തേക്ക് കൊണ്ടുവരണം. അതൊന്നും ഇവിടെ ഇന്നേ വരെ എത്തിച്ചിട്ടില്ല. ഇവർ തമ്മിൽ പ്രധാനമായിട്ടും ഈ ജനകീയ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല. പകരം ജമാഅത്ത് ഇസ്ലാമി വർഗീയ കക്ഷിയല്ല എന്ന് സതീശൻ പറയുന്നു, PDP വർഗീയ കക്ഷിയല്ല എന്ന് പിണറായി വിജയൻ പറയുന്നു. അത്തരത്തിലുള്ള ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയങ്ക ഉൾപ്പെടെ വരികയാണ്. അപ്പോൾ എന്താണ് NDAക്ക് പ്രിയങ്കയോട് ഉൾപ്പെടെ ഈ കാര്യത്തിലൊക്കെ ചോദിക്കാൻ? പ്രിയങ്കയാണ് വാസ്തവത്തിൽ ഇതിന് ഉത്തരം പറയേണ്ടത്. കാരണം ജമാഅത്തെ ഇസ്ലാമിയെ 2 പ്രാവശ്യം നിരോധിച്ചത് കോൺഗ്രസ് സർക്കാരാണ്. 2 പ്രാവശ്യം ദേശവിരുദ്ധ രാജ്യദ്രോഹ ശക്തികൾ, വർഗീയ കക്ഷികൾ എന്ന് പറഞ്ഞ് വർഗീയ വിദ്വേഷമുണ്ടാക്കി വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞുകൊണ്ട് 2 പ്രാവശ്യം നിരോധിച്ചത് കോൺഗ്രസ് സർക്കാരാണ്. ഇന്ദിരാഗാന്ധിയും അതുപോലെ തന്നെ നരസിംഹറാവുവും ഒക്കെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ്. അതേക്കുറിച്ച് പ്രിയങ്ക ഗാന്ധിക്ക് എന്ത് പറയാനുണ്ട്? ആ വർഗീയ കക്ഷി എന്ന് പറഞ്ഞിരുന്ന ജമാഅത്തെ ഇസ്ലാമിയെ കേരളത്തിൽ നിലമ്പൂരിൽ
ഇവിടെ പൂമാലയിട്ട് സ്വീകരിച്ച് തങ്ങളോടൊപ്പം ഇരുത്തി അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് അവരുടെ കൊടി കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്ന ഇവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെക്കുറിച്ച് പ്രിയങ്ക ഗാന്ധിക്ക് എന്ത് പറയാനുണ്ട്? അത് കേരളത്തിലെ ജനങ്ങൾ കാതോർക്കുകയാണ്. കേരളത്തിലെ മാത്രമല്ല, ഭാരതത്തിലെമ്പാടുമുള്ള ജനങ്ങൾ വർഗീയതയെ ചെറുത്ത് തോൽപ്പിച്ച് നാടിനെ രക്ഷിക്കണം എന്നാഗ്രഹിക്കുന്ന ദേശസ്നേഹികൾ, ദേശീയവാദികൾ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് ജമാഅത്തെ ഇസ്ലാമിയോടുള്ള പ്രിയങ്ക ഗാന്ധിയുടെ കോൺഗ്രസിൻ്റെ ദേശീയ നയം എന്താണ്? ദേശീയ നയമാണ് പറയേണ്ടത്, നിലമ്പൂരിലെ നയമല്ല. ദേശീയ നയം എന്താണ് എന്ന് വെട്ടിത്തുറന്ന് ഇവിടുത്തെ വോട്ടർമാരോട് പറയാൻ തയ്യാറാവണം. കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് അവരുടെ വാഹനം പരിശോധിച്ചു എന്നൊക്കെ പറഞ്ഞ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പം അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി വഴിതിരിക്കുകയാണ്, മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ട്. നിങ്ങളുടെ പ്രവർത്തനം സുതാര്യമാണോ? ട്രാൻസ്പെറൻസി ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിനു ഭയപ്പെടണം? നിങ്ങളുടെ വാഹനം പരിശോധിക്കും, അത് വി ഡി സതീശൻ്റെ വാഹനവും പരിശോധിക്കും. അതിനെന്താ കുറ്റം? ഞാൻ പറയുന്നു, NDAയുടെ നേതാക്കളുടെ ആരുടെ വേണമെങ്കിലും പരിശോധിച്ചോളൂ. അതിനെന്താ? ഞങ്ങൾക്കൊന്നും ഒളിച്ചു വെക്കാനില്ല, ഒരു നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല. ഞങ്ങളിവിടെ ധാരാളിത്തമോ പ്രൗഢിയോ അല്ലെങ്കിൽ ധൂർത്തോ ഒന്നും കാണിക്കുന്നില്ല. കോൺഗ്രസ് ഭയപ്പെടുകയാണ്, അതുകൊണ്ടാണ് അവർ ഇങ്ങനെ പറയുന്നത്. CPM ഭയപ്പെടുകയാണ്. എന്താ അവരുടെ വാഹനങ്ങളൊന്നും പരിശോധിക്കാതെ? അവരുടെ വാഹനങ്ങൾ പരിശോധിക്കാതിരിക്കുകയും കോൺഗ്രസിൻ്റെ വാഹനം മാത്രം പരിശോധിക്കുകയും ചെയ്യുന്നത് എന്തിനാണ്? പരിശോധിക്കുമ്പോൾ എല്ലാവരുടെയും വാഹനങ്ങൾ പരിശോധിക്കട്ടെ. അങ്ങനെ ഒരു ട്രാൻസ്പെറൻ്റായ സുതാര്യമായ പ്രവർത്തനം നടത്താൻ കോൺഗ്രസിനും CPMനും കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനങ്ങളുടെ പ്രത്യേകത. അങ്ങനെയാണ്. ഏതായാലും ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചുള്ള കാര്യത്തിൽ പ്രിയങ്കയുടെ കോൺഗ്രസിൻ്റെ ദേശീയ നിലപാട് എന്താണ്, നയം എന്താണ് എന്നുള്ള കാര്യം ഉൾപ്പെടെ വ്യക്തമാക്കണം എന്നുള്ളതാണ് കുമ്മനം രാജശേഖരൻ അദ്ദേഹം ആവശ്യപ്പെടുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, നിലമ്പൂർ.